എന്നെ സ്റ്റോർ റൂമിലേക്ക് കടത്തണില്ല. ഫാമിലീസ് വന്നു തുടങ്ങി. ഇപ്പൊ റൂമിലേക്ക് ഞാൻ പോകാൻ പാടില്ല. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അനീഷ് ദ കോമണർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന അനീഷ് സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പല ഗെയിമുകളും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ അനീഷ് ഈ പറയുന്ന ആവർത്തിച്ച് പറയുന്നതും ഒരു കേൾക്കുമ്പോൾ എനിക്ക് ഒരു സത്യം പറഞ്ഞ ഒരു അരോചകമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും അനീഷിന്റെ ഭാഗത്ത് ശരിയുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിനെ പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോ വരെ അനീഷിന്റെ ഗ്രാഫ് താഴോട്ടല്ലേ എന്നുള്ളത് 1-2 ആഴ്ച കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ആ ഒരു ബോട്ടിൽ ടാസ്ക് തുടങ്ങിയ അന്ന് തൊട്ട് അനീഷിന്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട്. കുറച്ച് അഹങ്കാരം കൂടിയോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും അനീഷിന്റെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞാൽ വളരെ മോശമായ പ്രതികരണം ഉണ്ടായിട്ട് പോലും ഞാൻ വീഡിയോ ഇടുകയോ അതിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തില്ല. അതായത് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അക്ബറിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്ക്, അത് ഞാൻ അനീഷ് പറയുമ്പോൾ മറ്റുള്ളവർ ഇത് പറഞ്ഞിട്ട്, പക്ഷെ എന്തുകൊണ്ട് അനീഷ് പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ അനീഷ് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ള വ്യക്തിയല്ല. ഇപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ, അതായത് എന്താണ്, അത് ബിഗ് ബോസ് തന്നെ അത് ട്രോളുന്നുണ്ട്. അനീഷിന്റെ ആ ഒരു സംസാരം ബിഗ് ബോസ് തന്നെ ട്രോളുന്നുണ്ട്. അതുമല്ല പിന്നെ ഈ ഒരു ചപ്പാത്തി അടി ഉണ്ടല്ലോ, അന്ന് അക്ബറുമായിട്ടുണ്ടായ ആ മാവ് കുഴയ്ക്കാൻ സമയത്ത് അക്ബർ വെറുതെ കുറച്ച് മാവും കൂടി ഇട് എന്ന് പറയുന്നത് അതിനെ ഒരു വലിയൊരു വിഷയമാക്കി അതെന്തോ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ രീതിയിലേക്കാണ് അനീഷിന്റെ പെരുമാറ്റം. അതും ഞാൻ വീഡിയോ ഇട്ടു. പക്ഷെ ഇന്ന് രാവിലെ വീണ്ടും ഒരു അടി നടക്കുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ബിന്നിയിൽ നിന്ന് തുടങ്ങി അവസാനം ബിഗ് ബോസ് വരെ. അതായത് മോർണിംഗ് ടാസ്ക് കൊടുത്തു. മോർണിംഗ് ടാസ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ട് ആ മോർണിംഗ് ടാസ്ക് എന്തെന്ന് പോലും മനസ്സിലാക്കാതെ, കാരണം എനിക്ക് ആദ്യം പറയണം, ആ ഒരു മോർണിംഗ് ടാസ്ക് വായിച്ച് തീരും മുമ്പ് എടുത്തു ചാടി വരികയാണ്. അത് എന്താണ് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ ഒരു വാശിയാണ്. താൻ പിടിച്ച മുയലിന് 4 കൊമ്പ്, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. താൻ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ജെന്യൂൻ, ബാക്കി എല്ലാവരും ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ് അനീഷിന്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോ ഇന്നലെ കൊടുത്ത മോർണിംഗ് ടാസ്ക് പോലും എന്തെന്നറിയാതെ എന്തോ വിളിച്ചു പറഞ്ഞു. ഈ പറയുന്ന ബിഗ് ബോസ് 1-2 വട്ടം ആവർത്തിച്ചിട്ട് പോലും അനീഷ് ആ ടാസ്ക്, അവിടെ എല്ലാവരും ടാസ്ക് ചെയ്തു, അനീഷ് മാത്രം അത് ടാസ്ക് അറിയാതെയാണ് പിന്നെ പറഞ്ഞത്. അത് എപ്പിസോഡിൽ ഒന്ന് കാണിച്ചു, അത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ആ ടാസ്കുമായി ബന്ധപ്പെട്ടതല്ല അനീഷ് പറഞ്ഞത്. ഇന്നും അതുപോലെ ടാസ്കിന്റെ കുറിച്ച് പറയുമ്പോൾ, അതായത് ബിഗ് ബോസിനെ കുറിച്ച് നല്ലതൊന്നും ബിഗ് ബോസിന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം പറയുമ്പോൾ അവിടെയും അനീഷ് എടുത്തു ചാടി വരികയാണ്. ഇതായത് ടാസ്ക് ലെറ്റർ വായിക്കുന്ന മുമ്പേ അനീഷ് എടുത്തു ചാടി വരുന്നു. വീണ്ടും പരസ്പര ബന്ധമില്ലാതെ ടാസ്ക് മനസ്സിലാക്കാതെ വീണ്ടും പറയുന്നു. അവിടെയുള്ള കണ്ടസ്റ്റൻസുകൾ വിളിച്ചു പറയുന്നതല്ല ടാസ്ക്, ഇന്നലത്തെ പോലെ ആവരുത് എന്ന് പറഞ്ഞിട്ടും അനീഷ് കേൾക്കുന്നില്ല. അനീഷ് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്ന് അനീഷ് കഥ പറഞ്ഞു തുടങ്ങും. പണ്ട് പാളയത്തൂറിയ കഥ വരെ ഇങ്ങനെ പറഞ്ഞ് അതുമായി ബന്ധമില്ലാത്ത, കാരണം ഒരു അരോചകമാണ്, ഒരു ബോറിംഗ് ആയിട്ട് തോന്നി. അപ്പൊ തുടക്കമൊക്കെ നമ്മളത് കണ്ടോണ്ടിരുന്നു. ഇപ്പൊ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പറയുന്ന കണ്ടസ്റ്റൻസുകൾ അവിടെ വിളിച്ചു പറയുന്നു, എന്നിട്ടും അനീഷിന് അതൊരു അനക്കമില്ല. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു, അനീഷെ നിങ്ങൾ ടാസ്ക് മനസ്സിലാക്കി ചെയ് എന്ന് പറഞ്ഞപ്പോ അനീഷെ മാറ്റി നിർത്തി. അനീഷ പിന്നെ അവിടെ പോയി ഇരുന്നു. അതിനും കുറ്റമാണ്. നിങ്ങൾ എല്ലാം അവസാനം ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവസാനം അനീഷ് ജയിച്ചു വരുന്നു. അപ്പൊ അനീഷ് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അനീഷ് പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ ഇതാണ് പറയാമെന്നത്. പക്ഷെ നിങ്ങളും ബിഗ് ബോസ് എല്ലാവരും കൂടി എന്നെ പിന്നീട് അവിടെ എന്നെ തിരിച്ചയച്ചു. എന്നിട്ട് ഈ അനീഷ് തുടർച്ചയായിട്ട് പറയുന്ന ഒരു കാര്യം, ഫാമിലി വീക്ക് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും തിരിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നെ സ്റ്റോർ റൂമിലേക്ക് കടത്തണില്ല. ഫാമിലീസ് വന്നു തുടങ്ങി. ഇപ്പൊ റൂമിലേക്ക് ഞാൻ പോകാൻ പാടില്ല. 60 ദിവസമായിട്ട് ഞാൻ തന്നെയാണ് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ക്യാപ്റ്റൻ ആരുമില്ല. പെട്ടെന്നാണ് ഇവിടെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവണേ. വിനി പുറത്താണോ? ഓരോരുത്തരുടെ ഫാമിലീസ് വന്ന് പോയി തുടങ്ങി. ഇപ്പൊ സ്റ്റോർ റൂമിലേക്ക് ഞാൻ പോകാൻ പാടില്ല, ബെല്ലടിച്ച് ഞാൻ പോകാൻ പാടില്ല. നിങ്ങൾക്ക് സ്വഭാവം മാറി എന്ന് പറയുന്നു. ഈ അനീഷിന്റെ ഒരു കേസ് നമ്മൾ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. എപ്പോഴെങ്കിലും തുടക്കമേ ഉണ്ട് ഈ സാധനം. അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു ടാസ്ക്, ഈ പറയുന്ന നമ്മുടെ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും ടാസ്കിന് വേണ്ടിയിട്ട് ബെല്ലടിക്കുമ്പോൾ അനീഷ് എന്തോ ഒരു വാശി പോലെ എനിക്ക് തന്നെ ആദ്യം സ്റ്റോർ റൂമിൽ കയറണം, എനിക്ക് തന്നെ വായിക്കണം,
എന്നുള്ള രീതിയിൽ പറന്ന് പ്രാന്തെടുത്ത് പോലെ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ ഒരു സീൻ ഇവിടെ വെക്കാം, നിങ്ങൾ കണ്ടു നോക്കി. ഇത് മെനിഞ്ഞാന്നുള്ള സംഭവം. പുള്ളി അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്, രാത്രിയാ, പുള്ളി അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കും നല്ല കുറുക്കം വിളിച്ച് ഉറങ്ങുന്നു. ആ ഒരു ബെല്ല്, ആ സ്റ്റോർ റൂമിൽ ഒരു ബെല്ല് കേൾക്കുമ്പോ പുള്ളി എന്തോ ഒരു ബാധ കയറിയോലും ഓടെ. എന്താ ഇത് ഇത്രയ്ക്ക് വാശി, എന്താ മറ്റുള്ളവർക്ക് ആർക്കും എടുക്കണ്ടേ? അവനങ്ങ് ഓടി എടുക്കുകയാണ്. ഇന്നും അടി നടന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് ഇവൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റോർ റൂമിൽ ഇങ്ങനെ ബെല്ല് കേട്ടു, ഇവൻ എടുത്തുകാടി ഓടെയാണ്. പിന്നെ ആര്യൻ അതിന്റെ ബേക്കിലേ ഓടുന്നുണ്ട്. ആര്യൻ ഓടാനുള്ള കാര്യം ആരും പറഞ്ഞു, കാരണം എപ്പോഴും ഈ സ്റ്റോർ റൂമിൽ വരുന്ന സാധനങ്ങൾ അനീഷിന് എടുത്ത് വായിക്കണം. അപ്പം എന്തോ ഒരു വാശി പോലെ. അപ്പൊ ഈ 2 ദിവസം മുമ്പേ അനീഷ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഈ ഒരു സംഭവം സംസാര വിഷയമായിട്ടുണ്ട്, എന്തായാലും ഞാൻ തന്നെ സ്റ്റോർ റൂം, ഞാൻ വേറെ ആർക്കും സ്റ്റോർ റൂം വിട്ടുകൊടുക്കത്തില്ല, ഞാൻ തന്നെ പോയി സ്റ്റോർ റൂമിൽ സാധനം എടുക്കുമെന്ന് 2 ദിവസം മുമ്പ് അനീഷ് പറയുന്നത് ഞാൻ കേട്ടതാണ്, കിച്ചണിൽ നിന്നുകൊണ്ട്. അപ്പൊ ഇവിടെ ഇതുപോലെ വീണ്ടും ഈ പറയുന്ന ബിന്നിയുടെ കേസ് വന്നാലും ഇവൻ എടുത്തുചാടി ഓടുകയാണ്. എടുത്തുചാടി ഓടിച്ചെന്ന് അത് ഒരു വാശിയായിട്ട് പറയുമ്പോൾ ബിന്നി പറയുന്നത് എന്റെ ഡ്യൂട്ടിയിൽ നിങ്ങൾ എന്തിനും ഇങ്ങനെ കിടന്ന് ഇത്രയും പിന്നെ പ്രയാസപ്പെട്ട് ഓടുന്നത്, എന്റെ ഡ്യൂട്ടിയിൽ നീ എന്തിനു കൈയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അവിടെ കൊണ്ടുവരുന്നത് ഫാമിലിയെ പറയുകയാണ്. ഇന്നലെയും പറഞ്ഞു, ഫാമിലി വന്നതിന് ശേഷമാണ് നിങ്ങളുടെ സ്വഭാവം മാറിയത്. അതായത് ഫാമിലിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാമിലിയെ ബ്ലെയിം ചെയ്യുകയാണ്. അവിടെയുള്ള ഫാമിലികളെ മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. അവിടെ വന്ന ഒരു ഫാമിലിയും ഈ പറയുന്ന അനീഷിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, മനസ്സിലായല്ലോ. അതുപോലെ എന്താണ് ഈ അനീഷ് പിന്നെ സ്റ്റോർ റൂമിൽ പോയി ഈ ഒരു സംഭവം എടുക്കാൻ ഓടുന്നത് നിങ്ങളെ തടയിടണം, അങ്ങനെയൊന്നും ഈ പറയുന്ന ആര് പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന ഫാമിലികൾ പറഞ്ഞിട്ടില്ല. അപ്പൊ സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഫാമിലി വന്നതിന് ശേഷം സ്വഭാവം മാറിയത് യഥാർത്ഥം പറഞ്ഞ അനീഷിന്റെ ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന ഫാമിലികളൊക്കെ വന്ന് തനിക്ക് പുറത്ത് നല്ലൊരു സപ്പോർട്ടാണെന്ന് അറിഞ്ഞപ്പോ ഉള്ള അഹങ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ചിന്തിച്ചു നോക്ക്. ഫാമിലി വന്നതിന് ശേഷം പൊതുവെ മാറിയത് അനീഷാണ്. അനീഷ് അനാവശ്യ കാര്യങ്ങളിൽ തലയിടുകയാണ്, അനാവശ്യ വാശി കാണിക്കുകയാണ്. താൻ പിടിച്ച കൊമ്പിന് 4 അല്ല 8 പിന്നീട് എന്താണ് കൊമ്പാണ് എന്നുള്ള രീതിയിൽ അനീഷ് പെരുമാറുകയാണ്. ഇതിങ്ങനെ പോയി അനീഷിന്റെ ഗ്രാഫ് ഇപ്പൊ ഓൾറെഡി താഴെയാണ്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന PR ഗ്രൂപ്പ് ആയിക്കോട്ടെ, അതിന്റെ പിന്നെ അന്തം ഫാൻസ് ആയിക്കോട്ടെ, അവരൊക്കെ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും, അതിപ്പം പിന്നെ അനുവിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ അനീഷിന്റെ ആയിക്കോട്ടെ, ഷാനവാസിന്റെ ആയിക്കോട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും ഈ പറയുന്ന PR ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഈ അന്തം ഫാൻസ് ആയിക്കോട്ടെ, അവർ എന്തൊക്കെ ഇനി നെഗറ്റീവ് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അവർക്കേ വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറെ, അതായത് ഏറ്റവും ഹ്യൂജ് ആയിട്ട്, അതായത് നല്ല ശതമാനം അവരാണ്. അവര് കളി നോക്കി, ഓരോ ദിവസവും അവരുടെ കളി നോക്കി, അവരുടെ പെർഫോമൻസ് നോക്കി വോട്ടിടുന്ന നല്ല ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രേക്ഷകർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ ആഴ്ചയും പോളിംഗിൽ വ്യത്യാസം വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തുടക്കം മുതലുള്ള പോളിംഗ് തന്നെ ആയിരുന്നു ഇപ്പോഴും വരേണ്ടത്, മനസ്സിലായോ. തുടക്കം അനുമോൾക്കായിരുന്നു. അനുമോൾക്ക് ഇപ്പൊ വോട്ട് കുറയാൻ കാരണം അവളുടെ പെർഫോമൻസ് താഴെയായി. 2 ആഴ്ച കൊണ്ട് അവളുടെ പെർഫോമൻസ് ഡൗൺ ആയതുകൊണ്ടാണ് അവളുടെ വോട്ട് കുറഞ്ഞത്. അപ്പൊ നിങ്ങൾ കരുതും കുറെ PR ഉണ്ടെങ്കിൽ, കുറെ അന്തം ഫാൻസ് ഉണ്ടെങ്കിൽ, കുറെ വന്ന് ഈ കമന്റിൽ വന്ന് കുറെ തെറി വിളിച്ച് ഡീഗ്രേഡ് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവരെ കുറെ തെറി വിളിച്ച് ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് കൂടുമെന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് പിന്നെ വോട്ട് കൂടും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൊണ്ട് വോട്ട് കുറയും എന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളുടെ മണ്ടന്മാരാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ശതമാനം, ഏതാണ്ട് പകുതിയിൽ കൂടുതൽ ശതമാനം പേര് അടങ്ങുന്ന പ്രേക്ഷകർ ഗെയിം നോക്കി, ഓരോ ദിവസത്തെ ഗെയിം നോക്കി, ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് ആവാം, ഒരു ഡയലോഗ് ആകാം, മനസ്സിലായോ, ഒരു ടാസ്ക് ആവാം, ആ ഒരൊറ്റ ഇതിൽ കയറും. ഇപ്പൊ അനീഷ് നോക്കിക്കഴിയുമ്പോൾ കുറെ ദിവസം കൊണ്ട് അനീഷ് ചെയ്യുന്നതൊക്കെ നെഗറ്റീവാണ്. അനീഷിന് കുറച്ച് അഹങ്കാരം കൂടിയെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ട്. എല്ലാവരോടും അനാവശ്യമായിട്ട് പിന്നീട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫൈറ്റിന് പോവുക. ഇന്നലെ ലക്ഷ്മിയുടെ അടുത്ത് ഫൈറ്റിന് പോകുന്നുണ്ട്. ലക്ഷ്മി അവിടെ ഇരുന്ന് ഈ പറയുന്ന എന്താണ്, ചുമ്മാ ഈ ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയിട്ടായിക്കൊണ്ട്, അതിന് ആവശ്യമില്ലാത്ത ഫൈറ്റാണത്. അതായത് അവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ വീഴ്ചയെന്ന് വരത്തില്ല, നീ നമ്മളെ ഉണ്ടാക്കിയത് മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള രീതിയിൽ. ഇന്നലെ ഫുഡിന്റെ കേസിൽ അവരൊരു തീരുമാനം എടുക്കുകയാണ്. എന്താണ്, രാവിലെ അനുവും മറ്റവരും ഫുഡ് ചെയ്താൽ മതി, ഉച്ചയ്ക്ക് ഞാനും അക്ബറും അല്ലെങ്കിൽ ഒനിയിലും ചെയ്തോളാം എന്നുള്ള തീരുമാനം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ക്യാപ്റ്റനാണ്, പക്ഷെ ക്യാപ്റ്റൻ ആകുമ്പോൾ തന്നെ മറ്റുള്ളവരെല്ലാവരും അവിടുത്തെ കണ്ടസ്റ്റൻസ് ആണ്. ഒരു ക്യാപ്റ്റൻ ഒരു തീരുമാനം, ഇതുവരെ ഇല്ലാത്തൊരു തീരുമാനം ക്യാപ്റ്റൻ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കൂടെയില്ല, മനസ്സിലായോ, അവരെ ടീമിലുള്ളവരെങ്കിലും അറിയിക്കണ്ടേ. ഈ മണ്ടൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് രാവിലെ ചെയ്യും, നമുക്ക് ഉച്ചയ്ക്ക് അങ്ങനെ ചെയ്യാന്ന്. പക്ഷെ അതിലൊരു വേറെ ഇഷ്യൂ ഉണ്ട്. ഈ പറയുന്ന ഉപ്പുമാവാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് 2 പേര് മതി, പക്ഷെ അവിടെ ചപ്പാത്തി ആണെങ്കിൽ 2 പേര് കൊണ്ട് തീരുവോ? അപ്പൊ എന്ത് ചെയ്യും?
അപ്പൊ ഒരുപാട് ആൾക്കാർ വേണ്ടി വരണം. അപ്പൊ താൻ എന്തോ ഒരു ബോസാണ്, തനിക്കാണ് മുകളിൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് അറിഞ്ഞതിന് ശേഷം അനീഷിനാണ് മാറ്റങ്ങൾ വന്നത്. ഫാമിലി വീക്ക് വന്നതിന് ശേഷം അനീഷിന്റെ സ്വഭാവമാണ് മാറിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായില്ല? അനീഷ് ഈ ഒരു ഇത് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോൾ എല്ലാവരും കൂടി തന്നെയാണ് താൻ എടുത്ത തീരുമാനം അബദ്ധമായെന്ന് ഇപ്പൊ അനീഷിന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും കൂടി നിന്ന് തന്നെയാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ അഹങ്കാരങ്ങൾ കയറി കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതപ്പതിച്ചു പോകും. ഈ പറയുന്ന നാശത്തിന്റെ തുടക്കമാണ് അഹങ്കാരം വരുന്നത്. ആ ഒരു അഹങ്കാരം ഈ പറയുന്ന അനീഷിന്റെ ഇന്ന് ബിഗ് ബോസിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. ഇന്ന് ബിഗ് ബോസ് ടാസ്ക് ഈ പറയുന്ന മോർണിംഗ് ടാസ്ക് കൃത്യമായി മനസ്സിലാക്കാതെ 2 പ്രാവശ്യം അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസുകൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൻ വേറെ എന്തോ കഥ പറയുക. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ പണ്ട് പാളയത്തൂറിയ കഥ തൊട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പൊ ഇതല്ല ടാസ്ക് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവൻ കേൾക്കുന്നില്ല, എനിക്കറിയാം എന്ത് പറയണമെന്ന്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു അനീഷെ നിങ്ങൾ ടാസ്ക് അറിഞ്ഞ് ചെയ്യുന്ന പറയുമ്പോൾ ഇവൻ തന്നെ ഓടിപ്പോയി അങ്ങ് പോയി ഇരിക്കുക ദേഷ്യപ്പെട്ട്. എന്നിട്ട് അവസാനം വന്ന് ബിഗ് ബോസിനെ ബ്ലെയിം ചെയ്യുക. ഞാൻ ഇതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവന് ഉത്തരം കൊടുത്തു അവസാനം. എന്നിട്ട് പറയാം ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, എന്നെ പറയാൻ അനുവദിക്കാതെ ഇവിടെയുള്ള കണ്ടസ്റ്റൻസും ബിഗ് ബോസും എന്നെ എന്ത് പിടിച്ചിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ ബ്ലെയിം ചെയ്യുക. അപ്പൊ തന്റെ കുറ്റം അല്ലെങ്കിൽ തന്റെ തോൽവി അല്ലെങ്കിൽ തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അനീഷിന് പറ്റത്തില്ല. എവിടെ നിങ്ങൾ ത്രൂ ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് ഇതുവരെയ്ക്ക് ഒരു തെറ്റ് പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും അക്സെപ്റ്റ് ചെയ്യില്ല. താൻ പിടിച്ച മുകളില് 4 കൊമ്പ് എന്നുള്ള രീതിയിൽ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കണ്ടില്ല. ഒരിടത്ത് പോയി ഒരു മാപ്പ് പറയുന്നതായിട്ടും ഞാൻ കേട്ടില്ല. കാരണം ഞാൻ ചെയ്തത് ശരി, ഞാൻ തന്നെയാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് അനീഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് അനീഷ് പോകുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, PR ഗ്രൂപ്പോ ഈ വരുന്ന കമന്റിൽ വന്നിരുന്ന് മോങ്ങുന്ന അന്തം ഫാൻസോ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ വോട്ടല്ല യഥാർത്ഥം പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കുന്നത്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഗെയിം നോക്കി കാണുന്ന കുറെ അധികം ഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരുണ്ട്. അത് ഓരോ ആഴ്ചയും മാറിയിരിക്കും. അതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ അനീഷിന് വോട്ട് വീണ്ടും കുറയുന്നത്. അത് ഇനി വീണ്ടും കൂടുകയും ചെയ്യും. അനീഷ് നല്ല രീതിയിൽ കളിച്ചാൽ കൂടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും ഒരു മുൻകൈയില്ല, ഒരു മേൽക്കൈ ആർക്കുമില്ല. ഇപ്പൊ അനീഷ് ആയിക്കോട്ടെ, ഈ പറയുന്ന അനുമോൾ ആയിക്കോട്ടെ, ഷാനവാസ്, ഈ 3 പേരാണ് ടോപ്പ് 3 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ 3 പേരിൽ 6 വേണം ജയിക്കാം. ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് കയറി വരുന്ന ഒരു ഗെയിമാണ് ബിഗ് ബോസ്. അത് അറിഞ്ഞൂടാത്തവർക്ക് വീണ്ടും പറഞ്ഞു തരാണ്, അഹങ്കരിക്കരുത്. ഈ പറയുന്ന ടോക്സിക് കമന്റുകൾ ഇടുമ്പോ എന്ത് കുറ്റത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജെന്യൂനായിട്ട് ചിന്തിക്കുന്ന, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന പ്രേക്ഷകരുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.